അഞ്ജു അനീഷിന്റെ അവിടെ പഴങ്കഞ്ഞി കേട്ടത് കേട്ടായിരുന്നോ? അയ്യോ, അതിന് പക്ഷെ അഞ്ജുന് പഴങ്കഞ്ഞി ഇഷ്ടമേ അല്ല. നിങ്ങൾ കഴിക്കാറുണ്ടോ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഒത്തിരി നാളെ കഴിച്ചിട്ടുണ്ടോ? എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ? പോണോ ഇല്ലയോ? വേണ്ടിയോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. നമുക്കൊന്ന് പോകാം. ഞാനും റെഡി. ഇനിയിപ്പോ നമുക്ക് അഞ്ജുവിനെ അനീഷിനെയും കൂടെ ഒന്ന് പോയി നോക്കാം. അവര് ഫ്രീ ആണോ? അവര് ഭയങ്കര ഫ്രീ. അത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇതാട്ടോ. അവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഫോട്ടോ എടുക്കാം. നോക്കിയേ, അത് പ്രത്യേകിച്ച് അവരുടെ ഗാർഡനിൽ നിന്നിട്ടുള്ള ഫോട്ടോസ്. അഞ്ജു അനീഷ്, ഞങ്ങള് ഇവിടെ എന്തോ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി റെഡിയാണ്. 15-16 കൂട്ടം കറികൾ റെഡിയാണ്. ഓ, അനീഷിന്റെ ഗാർഡനിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളിനിയിപ്പോ അടുത്ത സമ്മറിൽ കാണിച്ചു തരാം. എന്നാലും ഇപ്പൊ നമുക്ക് അനീഷിന് അടുത്ത് കിട്ടിയ സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അനീഷിനോട് ചോദിക്കാം. എന്താണ് സന്ധ്യ നീ അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാര്യമൊന്നുമല്ലോ. ഒരു 4-5 പീസ് ഓഫ് പലക, എന്നിട്ട് അതിന്റെ മേളിലൊരു റൂഫ് ഒട്ടിച്ചില്ല, വെറുതെ നെയിൽ വെച്ചിട്ട്. എത്ര ദിവസം പണിയാണ് അനീഷ് അത്? ഇത് ഒരു 2-3 മണിക്കൂർ പരിപാടി. പെയിന്റ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി മേ ബി ഒരു 10 മിനിറ്റ് പെയിന്റിങ്, ഒരു 5-6 മണിക്കൂർ ഉണങ്ങാൻ വേണ്ടി. ഇതൊന്നുമല്ല, സിമ്പിൾ പരിപാടിയല്ലേ. ഒരു 3-4 പീസ് പലക, അത് നെയിൽ അടിച്ച് ജോയിൻ ചെയ്യുന്നു. ഇത് കുറച്ച് പണിയാ. പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ ഉറപ്പിക്കണം. അത് തന്നെ കിളിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കയറുന്നില്ല. എനിക്കൊന്നും ഇതിന്റെ ഈ ഡോറിന്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് അത് ചെറിയ കിളികളൊന്നും കയറുന്നില്ല. ഇവിടെ ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. എനിക്ക് കളർ ഇത് ഒരെണ്ണം ചോപ്പാണ്. ഇത് ഓർക്കുന്നില്ല. ഇത് പൂതിട്ടുണ്ട്, അത് കായ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വിന്ററിൽ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വെച്ച ശേഷം പിന്നെ ഒരു 2-3 വർഷം പിന്നെ കായ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് സപ്പോർട്ടയിൽ കായുണ്ട്. സപ്പോർട്ട കഴിഞ്ഞ വർഷം ഉണ്ടായി. അത് അതുണ്ട്, ഇവിടെ ചെറിയ കാണിക്കുന്നുണ്ടല്ലേ. ഞാനിത് ആമസോണിൽ ഇതിന് സ്പെഷ്യൽ ഫെർട്ടിലൈസർ എന്തോ കണ്ടു. അതൊന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലേ. പിന്നെ മാവുണ്ട്, പ്ലാവുണ്ട്. ഇത് ഡോളിയിൽ എടുത്ത് നോക്കും. പിന്നെ ഈ ശംഖുപുഷ്പം നീലയോ വെള്ളയോ? ഈ കറിവേപ്പ് എല്ലാം ഇങ്ങനെ തന്നെ വെക്കുള്ളൂ അല്ലേ? അതായത് കറിവേപ്പ് കണ്ടേ അപ്പൊ ഇനിയിപ്പോ പ്രൂണിങ് ഇനി അടുത്ത ആഴ്ചകളിലെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ഇല്ല. ഒരു മാസം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സമയം കിട്ടണം. ഇത് കണ്ടല്ലേ, ഇത് കട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കിളിച്ച് വരണം. അപ്പൊ പിന്നെ അടുത്ത വളർച്ച അതിലേക്കൂടെ പൊക്കോളും. ഈ കറിവേപ്പിന് വല്ല പ്രത്യേകിച്ച് വളം വല്ല ഇടുന്നുണ്ടോ? ഒരു വളവില്ല, ഓൾ നാച്ചുറൽ. ഓക്കെ. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ? ഈ കറിവേപ്പൊക്കെ കണ്ടോ? ഇത് ഒരുപാട് വർഷങ്ങളായ കറിവേപ്പുകളാണ് തോന്നുന്നു. ഓട്ടോമേറ്റഡ് വെള്ളമാണ്. ഓക്കെ. കഞ്ഞിവെള്ളം നല്ലതെന്ന് കേട്ടിട്ടുണ്ടല്ലേ? കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും തൈരും കൂടെ ചേർത്തിട്ട് ഞാൻ ചിലപ്പോ അത് ആദ്യം വെച്ചപ്പോ ഉള്ള മണ്ണ് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു വളം ഇടാം. അപ്പൊ ഗാർഡനിലെല്ലാം കണ്ടല്ലോ, നമുക്ക് ഇനി പഴങ്ങിയിലേക്ക് പോവാം. എന്നാ ശരി, ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അടിപൊളി. അല്ലെ സുനില എന്താ ചെയ്യുന്നേ? എന്തിനാ? ഇന്ന് സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കുവാണോ? ഓ, ഇത് കൊള്ളാലോ. ഇതിനകത്ത് അമ്മു ഇതിനകത്ത് പച്ചമുളകും പിന്നെന്താ ചെയ്യണേ? ഉള്ളി, വെളിച്ചെണ്ണ, ഓ, ഇതെല്ലാം കൂടി ഇടിച്ചിട്ടാണ് നമ്മൾ കഞ്ഞിയിലേക്ക് ഇടുന്നത് അല്ലേ? ഞങ്ങളിങ്ങനെ നമ്മളുടെ ഒരു കസിന്റെ വീട്ടിലാണ് ഇന്ന്. നമ്മളെല്ലാവരും കുറച്ച് നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് കുറച്ച് പേര് കൂടിയിട്ട് ഞങ്ങളൊരു ഈവന്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പഴങ്കഞ്ഞിയും കൂട്ടുകാരും എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. സുനിലിന്റെ വൈഫാണ് കൂടെ നിൽക്കുന്നത്. പിന്നെ വേറെ 2 നമ്മുടെ ഫ്രണ്ട്സ്. നമുക്ക് ഇവരോട് കുറച്ച് പഴങ്കഞ്ഞി വിശേഷങ്ങൾ ചോദിച്ചാലോ? കാർത്തിക, പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചില ആൾക്കാർക്ക് അറിയില്ലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് വേണേൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഇതിപ്പോ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഉള്ളിയാണോ ഈ ചെയ്യുന്നത്? അതെ, പഴങ്കഞ്ഞിയില് നമ്മുടെ ട്രഡീഷണൽ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനകത്ത് കാന്താരി ഉടച്ചതും ചെറിയുള്ളി ഉടച്ചതും തൈരും കൂടെ ചേർത്താണ് യൂഷ്വലി. പിന്നെ തലേന്നത്തെ മീൻ കൂട്ടാനുണ്ടെങ്കിൽ അതും ഇവിടെ ചേർത്താണ്. പണ്ടത്തെ കാലത്തുള്ള പഴങ്കഞ്ഞി നാട്ടിലൊക്കെ ഓരോരുത്തർ കഴിച്ച് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇന്നിപ്പോ നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് അതിന്റെ കൂടെ കുറച്ചുകൂടി സൈഡ് ഡിഷും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കാന്താരി ഉടക്കുന്നതാണ് ഇവിടെ കണ്ടത്. അത് തന്നെ, അത് അതെ അതെ അതെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും തലേന്ന് വരുന്ന കുറച്ച് ചോറ് ബാക്കി വരുമ്പോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മുടെ പുറകുവശത്ത് തൊടിയിലുള്ള കാന്താരി വഴി പറിച്ച്
വീട്ടിലത്തെ തൈര് ഒഴിച്ച് ചെറിയ ഉള്ളി ഉടച്ചു കഴിഞ്ഞാല് വളരെ എന്താ പറയാ ഹെൽത്തി ആയിട്ട്, പണ്ടൊന്നും ഇതിന്റെ ഗുണമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പ്രോബയോട്ടിക് എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും വലിയൊരു പ്രോബയോട്ടിക് എഫക്റ്റ് ആണ് ഈ ഫെർമെന്റഡ് റൈസ് എന്ന് പറയുന്നത്. നമ്മള് അപ്പോ ഇപ്പൊ കണ്ട കാർത്തിക് അത് പറയുമ്പോ തന്നെ നിങ്ങൾ ആളെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര രസകരമായിട്ടാണ് ആളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിലെല്ലാം ആ വികാരം, പണ്ടത്തെ പഴങ്കഞ്ഞി എന്നുള്ള വികാരം ആളിലുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കഥകൾ കേൾക്കാം. ഇത് കേരളത്തിന്റെ കുറെ ഭാഗങ്ങളിൽ നിന്നിട്ടുള്ള ഫ്രണ്ട്സ് ആണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ പല നാടുകളിൽ നിന്നുള്ള പല വിശേഷങ്ങളും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ സുനിലപ്പ പച്ചമുളകൊക്കെ ഇടിക്കൂ, ചെറിയ ഉള്ളിയൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട്. ഇവിടെ ഇത്ര എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ. അപ്പൊ ആളത് അവിടെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് പഴങ്കഞ്ഞി പാർട്ടി. കഞ്ഞിപ്പാർട്ടി അല്ല, പഴങ്കഞ്ഞി പാർട്ടി. നമ്മള് നാട്ടിലൊക്കെ വിട്ടു പോന്നു കഴിഞ്ഞിട്ട് അമേരിക്ക വന്ന് കിട്ടാൻ പറ്റാതിരുന്ന ഒരു സാധനം, അതിന്റെ ഒരു പാർട്ടി. കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ള കുറെ ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നു പഴങ്കഞ്ഞി പാർട്ടി. നമ്മൾ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് അത് റെഡിയാക്കുകയാണ്. എന്ന് വെച്ചാൽ ടേബിളിൽ അതെല്ലാം ഭംഗിയായിട്ട് വെക്കണമല്ലോ. അതിനിടയിൽ ഇത് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർ ഫോട്ടോയൊക്കെ എടുക്കുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോരു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോ ചട്ടികളിലൊക്കെ ആക്കി വയ്ക്കുക. മിക്കവാറും തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഐറ്റംസ് ആട്ടോ. അപ്പോൾ അതിനിടയിൽ ഇതേ കണ്ട, നമ്മുടെ വീട്ടിൽ ഇതുപോലെ കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ മുകളിൽ അത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വയ്ക്കാമല്ലോ. ഇവിടെ മിക്ക വീടുകളിലും കറിവേപ്പ് ഉണ്ട് കേട്ടോ. ഡാലസിൽ പിന്നെ മിക്കവാറും വീടുകളിൽ കറിവേപ്പ് ഇഷ്ടംപോലെ കാണാം. ഇവിടെ നമ്മുടെ പഴങ്കഞ്ഞിയുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയാൽ എത്ര തരം ഐറ്റംസാണ്. എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും അത്ര അറിയില്ല. എന്നാലും ഓരോ നാടുകളിൽ ഇത് പല തരത്തിലാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഇത് എങ്ങനെയാണിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് കേട്ടാലോ. ഓക്കെ, ലക്ഷ്മി ഇതൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി തരും. പക്ഷെ കുറേ പേർക്ക് ഇതേക്കുറിച്ച് അത്ര അറിയത്തില്ല. നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെന്തൊക്കെയാണ് ഐറ്റംസ്? ഇതില് ഡാലസിലെ പഴങ്കഞ്ഞി പാർട്ടിയിൽ നമ്മുടെ തനതായ പഴങ്കഞ്ഞിയുടെ കൂട്ടുകളല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താ നമ്മുടെ വളരെ സിമ്പിൾ പഴങ്കഞ്ഞി കൂട്ടുകളെല്ലാം ആ സൈഡിലാണ് ഇരിക്കുന്നത്. അത് അവിടെ നിന്ന് തുടങ്ങണോ? നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങിയേക്കാം. അത് കൂടാതെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ളതും പിന്നെ കുറച്ചൊക്കെ ഒരു നൊസ്റ്റാൾജി ഉള്ളതായിട്ടുള്ള പല സാധനങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അപ്പൊ ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ഇത് ഇഞ്ചിപ്പുളി, കടുമാങ്ങ അച്ചാറ്, പിന്നെ ഇത് പച്ചമുളക് ചതച്ചത്. ഈ പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് നമ്മൾ പതുക്കെ കാണിച്ചു തരാം. പച്ചമുളക് ചതച്ചതുകൊണ്ട് കാന്താരി ചതച്ചതുകൊണ്ട് പിന്നെ ഇതായി ഉള്ളി ചതച്ചത്. ഇത് എന്തിനാണെന്നുള്ളത് പിന്നെ പറയാം. പിന്നെ ഇത് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയാണ്. ഇത് എനിക്കൊന്ന് കിഴക്കൻ നാടുകളിൽ വളരെ പ്രസിദ്ധമായ ഒരു ചമ്മന്തിയാണ്. ഇതിനകത്ത് കൊച്ചുള്ളിയും ഉണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് പുളിയുണ്ട്, പിന്നെ നിറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിറച്ച്. അത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ ഇത് നമ്മുടെ ഉണക്കമീൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു പഴങ്കഞ്ഞി പൂർണ്ണമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. പിന്നെ ഇത് നെത്തോലി വറുത്തത്. ഇത് തൈരിൽ നമ്മൾ കുറച്ച് ചതച്ച ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും. ഇത് പുളിശ്ശേരി. ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു പഴങ്കഞ്ഞിയാക്കുന്നത് അല്ലേ ശരിക്കും, പുളിശ്ശേരിയും തൈരും. ഇത് നമ്മുടെ മീൻകറി. എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ കാണും. മീൻകറി ഒഴിച്ചുണ്ടാക്കിയ കൊടിച്ച പഴങ്കഞ്ഞി ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നെമ്മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇത് ട്രഡീഷണൽ അല്ല, പക്ഷേ നമ്മുടെ സന്തോഷത്തിന് ഇത് ചിക്കൻ വറുത്തരച്ച് ഉണ്ടാക്കിയ ഡിഷാണിത്. ഇത് ബീഫ് ഉലർത്തിയതാണ്. അത് അഗൈൻ കോട്ടയം രീതിയിൽ ഉലർത്തിയ ബീഫാണിത്. പിന്നെ ഈ പയറിന് തന്നെ പല നാടുകളിൽ പല പേരുകൾ പറയും. നമ്മളിതിന് വൻപയർ എന്ന് പറയാം. എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളില് ഉണക്കപ്പയർന്ന് പറയും അല്ലെ? ഉണക്കപ്പയറൊന്നും പറയില്ലേ? പിന്നെ ചുട്ടരച്ച ചമ്മന്തി. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് തോന്നി ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും. സാധാരണ ചമ്മന്തിയുണ്ട്, മാങ്ങ ചമ്മന്തിയാണത് അവിടെ ആ സൈഡിലോട്ടിരിക്കുന്നത്. ഈ ചമ്മന്തി തന്നെ നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ വെറൈറ്റീസ്, അല്ലെങ്കിൽ ഇത് നോക്കി ഇത്ര കട്ടായിട്ടൊന്നും ചമ്മന്തി അരയ്ക്കാൻ എന്നെ കൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ശരിക്കും പറയാം,
എന്നുവെച്ചാൽ ഇത് ഓരോരുത്തർ ഉണ്ടാക്കുന്ന, ഇനി വല്ലപ്പോഴും ഞങ്ങൾ സമയമുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണിക്കാം, ഓരോരുത്തർ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളതും. കപ്പ, വേവിച്ച കപ്പ, ഇത് പുഴുങ്ങിയ കപ്പ. ഇതിനകത്ത് കടുക് പൊട്ടിച്ച് തേങ്ങയെല്ലാം ചേർത്തിട്ടുള്ള കപ്പയും, ഇത് സാധാരണ പുഴുങ്ങിയ കപ്പയും. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഇത് പഴങ്കഞ്ഞിയുടെ ഭാഗമേ അല്ല, പക്ഷെ ഇവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഒരുപാട് ഇഷ്ടമുള്ള എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വറ്റൽ, ഇത് പാവയ്ക്ക വറ്റല് വറുത്തത്, ഇത് പിന്നെ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഉണക്കമുളക്, പിന്നെ മറ്റേത് പച്ചമുളകും വിനാഗിരിയും കൂടി ഇട്ട് ഒരു പിക്കിള് പോലെ ഉണ്ടാക്കിയ ഇതാണ്. അതിന് ആർക്കെങ്കിലും ആഡ് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ അതിന് വേണ്ടി. മറ്റേത് കൊച്ചുള്ളിയും ചുമന്ന മുളകും പുളിയും പിന്നെ കോക്കനട്ട് ഓയിലും കൂടെ ഉണ്ടാക്കിയ മറ്റൊരു ചമ്മന്തി. അതും ഈ കപ്പ വേവിച്ചതിന്റെ കൂടെ അതൊരു നല്ല കോമ്പിനേഷനാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ, നന്നായിരുന്നു വിവരണം. പിന്നെ പഴങ്കഞ്ഞി നമ്മൾ പഴങ്കഞ്ഞി ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് പഴങ്കഞ്ഞി എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അതും ഒരു അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള പഴങ്കഞ്ഞി, ഇത് ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പഴങ്കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം. പഴങ്കഞ്ഞി ഒഴിക്കുകയാണ്. മട്ടരിയിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, അതും കൂടെ പ്രത്യേകം പറയുന്നു. നിറപറയാ തോന്നുന്നു. നമുക്കിപ്പോ നിറപറയായാലും എല്ലാം ഞങ്ങളെല്ലാരും ഇവിടെ എല്ലാരും നമുക്ക് കിട്ടും. ഇനി അടുത്തത് കപ്പ. പുളിശ്ശേരി അല്ലെങ്കിൽ തൈര്. നമുക്ക് കുറച്ച് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാന്താരി ചതച്ചത്, ഉള്ളി തവണ. ഇത് ഓക്കെ. അപ്പം ചെറിയ ഉള്ളി ഇട്ടു, കാന്താരി, കപ്പ. ഇനി നമുക്ക് പുളിശ്ശേരി അല്ലെങ്കിൽ തൈര് ഒഴിക്കാം. ചിലർ തൈര് ഒഴിക്കാം, നമുക്ക് പുളിശ്ശേരി ഒഴിക്കാം. ഒഴിച്ചോളൂ, കുറച്ചുകൂടെ ഒഴിച്ചു. അതെ, മിക്സ് ചെയ്ത് കഴിക്കത്തക്കവണ്ണം. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഉണക്കമുളക് വെക്കാം. ചമ്മന്തി നമുക്ക് സൈഡിൽ ആക്ച്വലി മീൻകറി ഒഴിക്കാം. നമുക്കൊരു ചമ്മന്തി ഇവിടെ പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി വെച്ചു. ഇനി നമുക്ക് മീൻകറി. ഇത് ലക്ഷ്മിയുടെ സ്പെഷ്യൽ പയറാണ്. ഒരു ഉണക്കമീനാണ്. ഉണക്കമീൻ വെച്ചോളൂ. സൈഡിൽ ഇതൊരു മുള്ളുള്ള മീനായോണ്ട് നമുക്ക് സൈഡിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ഇനി ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ളത്. ഇനി ഒന്നും ഇല്ല. ഇനി ഒരു കപ്പയും കൂടെ വെറൈറ്റി എന്ത് വേണേലും ആവാം. ഇനി ആരാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഇത് കുഴച്ചത് ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടി തൽക്കാലം ഒരു ഇവരിവിടെ പഴങ്കഞ്ഞി കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അനീഷിന് പഴങ്കഞ്ഞി ഓർമ്മകൾ വല്ലതും പറയാനുണ്ടോ? 30 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ആഗ്രഹം സാധിക്കുകയാണ്. ആണോ? ഓ, ഓക്കെ. അപ്പൊ പഴങ്കഞ്ഞി റെഡിയാണ്, കഴിക്കാൻ പോവുക. ഓക്കെ. അതെ അതെ, എല്ലാം കാർത്തിക എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴയ്ക്കുന്നു. ചമ്മന്തി, കുറച്ച് പയറ്, കപ്പ, കുറച്ച് മീൻ ചേർത്ത് ഫസ്റ്റ് പിടി. സൂപ്പർ. എന്തുകൊണ്ടാണ് ആ സൂപ്പർ എന്ന് പറയുന്നത്? ഏത് കഴിച്ചിട്ടായിരിക്കും സൂപ്പർ എന്ന് പറയാൻ തോന്നിയത്? ഒരു പ്രത്യേക സാധനത്തിന്റെ അല്ല, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്നാലും ചിലര് പറയാത്ത മുളകിന്റെ ടേസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പച്ചമുളക്, അല്ലെങ്കിൽ ഇടിച്ച ഒന്നും എടുത്തു പറയാനില്ല, പറ്റത്തില്ല. അപ്പൊ എല്ലാം ഈക്വലി നന്നായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ആള് ദേ പഴങ്കഞ്ഞി കുടിക്കാൻ വേറൊരു പാത്രമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കാം അവരെങ്ങനെയാണ് അത് എടുക്കുന്നതെന്നുള്ളത്. ഓരോരുത്തർക്ക് ഇത് എടുക്കുന്നത് ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. നിറ്റോ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഞ്ഞി, അല്പം വെള്ളം കൂടുതൽ ഒഴിച്ച് കപ്പ ചമ്മന്തി
ചമ്മന്തി, പച്ചമുളക്, കാന്താരി. എനിക്ക് പ്രിയം തൈരാണ്. പച്ച തൈര്. ഉപ്പ് വേണമെങ്കിൽ സൈഡിൽ വെച്ചോട്ടോ. ഒരു കുറച്ച് കുറവുണ്ട്. ഉണക്ക ചമ്മന്തി, മുള്ളൻ, ഉള്ളി, ഉള്ളി, പിന്നെ മീൻകറി. അപ്പൊ നിങ്ങൾക്കാർക്ക് ഈ ബീഫും അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇതിന്റെ കൂടെ? അച്ഛാ അടുത്ത ട്രിപ്പ് ആയിരിക്കും എടുക്കുന്നത് അല്ലേ? കൂടെ അങ്ങനെ തോന്നുന്നില്ല. തൽക്കാലത്തേക്ക് മീൻ കൂട്ടി കഴിക്കാം. ട്രഡീഷണൽ രീതിയിൽ കഴിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും കഴിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ ഏകദേശം 2 മണിയൊക്കെ ആയി. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം. ഇവിടെ ഒന്നും അറിയാത്ത പോലെ വേറൊരാള് പഴങ്കഞ്ഞിയിലും ചിലർ ചോറ് കഴിക്കുന്നവരുണ്ടല്ലോ. അത് ചിലർക്ക് ചോറാണ് ഇഷ്ടം, അപ്പൊ അങ്ങനെ എടുക്കും ചിലര്. ഇത് നമ്മുടെ ഹരിച്ചേട്ടൻ എന്തൊക്കെയുണ്ട് പഴങ്കഞ്ഞി ഓർമ്മകൾ? തിരുവനന്തപുരത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ ഞങ്ങൾക്ക്? തിരുവനന്തപുരത്ത് എനിക്കറിയത്തില്ല, എനിക്ക് പത്തനംതിട്ടത്തെ. അയ്യോ, എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ ചേട്ടന്, എന്റെ അഭിപ്രായത്തിൽ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ചേട്ടൻ പത്തനംതിട്ടയിലെ വിശേഷങ്ങൾ പറയും. കുഴപ്പമില്ല, ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം ബാക്കി. ആണല്ലേ? കുറച്ചുകൂടെ നമുക്ക് ലക്ഷ്മിയോട് ചോദിക്കാം. ലക്ഷ്മിക്ക് ഒരുപാട് പഴങ്കഞ്ഞി കഴിക്കുന്ന ഓർമ്മകളാണ് നമ്മളോടും ഷെയർ ചെയ്തായിരുന്നു. അപ്പം ഇവരുടെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മളിതൊന്ന് ഇന്ന് നടത്താൻ തന്നെ വിചാരിച്ചത്. എന്ന് വെച്ചാൽ പലർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞു, പഴങ്കഞ്ഞി ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലക്ഷ്മി, ഇത് ഇപ്പൊ ചോറ് കഞ്ഞി, പഴങ്കഞ്ഞി എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ പഴങ്കഞ്ഞി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് എൻ്റെ കൂടുതൽ സമ്മർ വെക്കേഷൻ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഈ പഴങ്കഞ്ഞി. അന്നേരം ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ പഴങ്കഞ്ഞി കഴിക്കുന്നത് ശരിക്കും ഇത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കണം രാവിലെ അല്ലേ. അപ്പൊ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പഴങ്കഞ്ഞി കഴിക്കുന്നത് ഒരു ബ്രഞ്ച് സമയം പോലെ ഒരു 10-11 മണിയാകുമ്പോൾ. അപ്പൊ എനിക്ക് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചോറ്, കപ്പ, പിന്നെ എൻ്റെ വീട്ടില് ചുമന്ന ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചുമന്ന മീൻകറി, അതെല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ കാണും. അപ്പൊ എൻ്റെ ഗ്രാൻഡ് മദറിന്റെ ഒരു ഭയങ്കര ഒരു ഓർമ്മയാണ് ചുമന്ന മീൻകറി. അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കി ഈ മൺചട്ടിയിൽ അടച്ചു വെച്ചിരിക്കും. അതായത് അത് 2-3 ദിവസം ആയാലും അത് ചീത്തയാവത്തില്ല. അപ്പൊ അതിങ്ങനെ എടുത്താ, അപ്പം ഈ ചോറും ഇതും പുളിശ്ശേരിയും മീൻകറി അത് മതി എനിക്ക് കഴിക്കാൻ. അപ്പൊ ഒരുപാട് നൊസ്റ്റാൾജിക് ആണ് പഴങ്കഞ്ഞി. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് തിരിച്ചു വീണ്ടും ആ ഒരു പഴയ ഓർമ്മകൾ, കൊച്ചിലെയുള്ള ഒരു സമ്മർ ഓർമ്മകളിലോട്ടുള്ള ഒരു ഡോറാണ് ആക്ച്വലി പഴങ്കഞ്ഞി. അതെ. പഴങ്കഞ്ഞി കഴിക്കാൻ ഇത് കണ്ട് ഇവർ രണ്ടുപേരും എന്ത് എൻജോയ് ചെയ്തത് കഴിക്കുന്നതെന്ന് നോക്കിയേ. കുഴച്ച് എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച്, അതെ അതെ, എന്നിട്ട് ഇതിന്റെ ആഹാ പപ്പടം കൂട്ടിയല്ലേ? പപ്പടം സാധാരണ ഞാൻ കൂട്ടാറില്ല പഴങ്കഞ്ഞിയില്. അതുകൊണ്ട് തണുത്ത ചോറിന്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോ പപ്പടം ഇല്ലാതെ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മുടെ ചുമന്ന മുളകിട്ട കറിയാണ്. മുളകിട്ട ചുമന്ന മുളകാണ് രാത്രിയില്. ചോദിച്ചാലോ അരുൺ, എന്തെങ്കിലും പഴങ്കഞ്ഞിനെ കുറിച്ച് വല്ല വിശേഷങ്ങൾ പറയാനുണ്ടോ? പഴങ്കഞ്ഞി അങ്ങനെ ഒരു ഫേവറബിൾ ഡിഷ് അല്ലായിരുന്നു, പക്ഷേ എങ്കിൽ കൊള്ളും. കഞ്ഞി ഇഷ്ടമുള്ള സ്കൂള് കാലം തൊട്ട് അതിനെ പറ്റിയുള്ളൊരു ഓർമ്മ നമ്മുടെ വീട്ടില് സഹായിക്കാനൊക്കെ നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്കാണ് ഈ നമ്മൾ അങ്ങനെ കഴിച്ചും കുറെ കണ്ടിട്ടുണ്ട്, പക്ഷെ പിന്നെ നമ്മൾ കഴിക്കാനുള്ള ഇവിടെ ഇപ്പൊ പിന്നെ ഒന്നുകൂടെ ഒരു ചാൻസ് വന്നപ്പോ രസമല്ലേ. സോഷ്യൽ മീഡിയ പഴങ്കഞ്ഞിക്ക് ഒരുപാട് എലിവേറ്റഡ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കുറെ നാളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടി റീലുകളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും യൂട്യൂബിലും ബ്ലോഗേഴ്സ് ഒക്കെ, അതുപോലെ മെയിൻ സിറ്റി ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡുള്ള എല്ലാ മെയിൻ സിറ്റികളിലും പഴങ്കഞ്ഞി കടകളുണ്ട്. തുടങ്ങിയ കാലത്തിനെക്കാട്ടിലും ഇപ്പൊ ഒരുപാട് തിക്കും തിരക്കും ഉള്ള കടകളിൽ പോയി പഴങ്കഞ്ഞി വാങ്ങിച്ച്, അതുകൊണ്ട് താഴേക്കട തൊട്ട് ഏറ്റവും ഹൈ ക്ലാസ് ആൾക്കാർ വരെ ഇപ്പം ഈ പഴങ്കഞ്ഞി വലിയതായിട്ട് ഒരു വിഭവമായി വന്നിരിക്കുകയാണ്. അപ്പൊ കഴിക്കൂട്ടാ.
അതെ അതെ തന്നെ പഴങ്കഞ്ഞി കഴിക്കുന്ന ഒരുമിച്ചിരുന്നിട്ട്. അതെ അതെ കഴിക്കാം. കണ്ട കഞ്ഞി ഇങ്ങനെ ഇരിക്കണം ചിലർ കഴിക്കുമ്പോൾ, അതും പറയുന്നു. പിന്നെ അതേ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്താണ് കറി എടുക്കേണ്ടതെന്നുള്ള സംശയം ഉണ്ടെന്ന് തോന്നുന്നു ചിലർക്ക്. എന്ന് വെച്ചാൽ ഒരുപാട് കറികൾ കാണുമ്പോഴും ഒരു സംശയങ്ങളുണ്ടല്ലോ. ഓക്കെ, എന്നാലും എല്ലാം നല്ല ഹോം മെയ്ഡായിരുന്നു. ഇതിനു മുമ്പ് എപ്പോഴാണ് കുടിച്ചത് ഓർമ്മയുണ്ടോ? രാവിലെ ഞങ്ങളുടെ നാട്ടിലും രാവിലെ കഞ്ഞിയാണ് മിക്കവാറും. അപ്പൊ നമുക്കും ഈ കഞ്ഞി കടല, കഞ്ഞി പയറ്, പഴങ്കഞ്ഞി കുടിക്കുന്നത് വളരെ കുറവാണ്. നമുക്ക് എല്ലാ ദിവസവും കഞ്ഞി കുടിച്ച് പരിചയമുള്ളതുകൊണ്ട് പഴങ്കഞ്ഞിയോട് പ്രത്യേക ഇഷ്ടം അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞത്. പഴങ്കഞ്ഞി കുടിച്ച് നോക്കുന്നത് കൂടെ. ഓ, ഇവർക്ക് പുളിങ്കുന്നിന്നായതുകൊണ്ട് താറാവരച്ചി പ്രത്യേകം വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. ബീഫില്ല. മീനോ? മീൻ കറി വെക്കില്ലേ? അത് ശരി. ഓ, മനോജിന്റെ ഇതിന് കറിയൊന്നുമില്ലല്ലോ മനോജ്, കറിയൊന്നും ഇടുന്നില്ലേ? ആദ്യത്തെ റൗണ്ടിൽ കയറും. ഇത് സെക്കൻഡ് റൗണ്ട്. ഇത് ചോറും നമുക്ക് ഓർമ്മകളിൽ നിൽക്കുന്ന കുറെ കറികളും. ഇടിച്ചക്ക അല്ല, ഇടിച്ചമ്മന്തി, സാധാ ചമ്മന്തി, ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടി, പപ്പടം. ഓ, അത് മാത്രം. സെക്കൻഡ് റൗണ്ട്. ഓക്കെ ലൈറ്റായിട്ട് കഴിക്കുന്നു. പഴങ്കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞ് ദേ ഓരോരുത്തർ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒതുക്കലൊക്കെ ആയിട്ട് നടക്കുന്നു. ഒരു പാർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പണി ഇതാണല്ലോ, ഒതുക്കൽ അടക്കൽ എന്നൊക്കെ പറഞ്ഞു. ഇവരിതൊക്കെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. സന്ധ്യ ഇപ്പോൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇനി ഒരു പഴങ്കഞ്ഞി ഇവന്റ് വെക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അല്ലേ? അപ്പൊ അതേ പാത്രങ്ങളും ചട്ടികളൊക്കെ പിന്നെയും ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പം ഇനി എപ്പോഴെങ്കിലും പിന്നെയും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു പഴങ്കഞ്ഞി ഇവൻറ്റിന് കൂടാമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊരു ഇവൻറ്റിനും നമ്മൾ ഇത് കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അന്ന് പിരിഞ്ഞതും. അടിപൊളിയല്ലായിരുന്നു ഇന്നത്തെ പഴങ്കഞ്ഞി പാർട്ടി. അടിപൊളി. നമ്മള് ഗാർഡനും ഒക്കെ കണ്ടിപ്പോ റിലാക്സ് ചെയ്തിരിക്കുക. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഏതാ കൂടുതൽ. അമ്മു പോയി കഴിഞ്ഞിട്ടാ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പൊ അമ്മുവിന്റെ അതെ 2 ചമ്മന്തി ഇല്ലേ, മാങ്ങ ചമ്മന്തിയും ചുട്ടരച്ച ചമ്മന്തിയും അടിപൊളിയായിരുന്നു. അപ്പോ ഇനി അടുത്ത എന്നാ അനീഷേ? അടുത്ത once in 6 months, once in a quarter ആണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെ അറ്റ്ലീസ്റ്റ് once in 6 months. എന്തായാലും അടിപൊളി ഐഡിയ ആയിരുന്നു. എപ്പോഴെങ്കിലും. അഞ്ജുവിനും അനീഷിനും ഇന്നത്തെ ഗെറ്റ് ടുഗദർ ഹോസ്റ്റ് ചെയ്തതിന് വളരെ വളരെ നന്ദി. താങ്ക് യു. ഇതിന്റെ മെയിൻ ആൾക്കാർ അനീഷും കാർത്തികയും ലക്ഷ്മിയാണ്. അനീഷിന്റെ എന്താ പറയാ നൊസ്റ്റു ആഗ്രഹം. അടുത്ത പ്രാവശ്യമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ കുറേയും കൂടെ പുതിയ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇവരുടെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം കേട്ടോ. താങ്ക് യു.